പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വലിയ ആഴ്ചയിലൂടെ പോവുകയാണല്ലോ. ശരിക്കും പ്രാർത്ഥിച്ചു ഒരുങ്ങി പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി, ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് നമുക്ക് നന്നായിട്ട് ഒരുങ്ങാം. ഈ ദിവസങ്ങളിൽ ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെങ്കിൽ, എൻ്റെ അച്ഛ, എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരു 3 പേരെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അതുപോലെ എൻ്റെ ജീവിതത്തെ തകർത്തവരാണ്, ശരി, അതുപോലെ എന്നെ വേദനിപ്പിച്ചിട്ടുള്ളവരാണ്. ഞാൻ ഈ വലിയ ആഴ്ചയിൽ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ 3 പേരോട് ക്ഷമിക്കാനായുള്ള കൃപയാണ്. എൻ്റെ സഹോദരൻ പറയായിരുന്നേ, അച്ഛാ, ഇവരോട് ക്ഷമിക്കാൻ പറ്റിയ എൻ്റെ ജീവിതം അത് സ്വർഗം ഉയർത്തും, എൻ്റെ ജീവിതത്തെ സ്വർഗം ഉയർത്തുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഞാനിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഈ ആശീർവാദത്തിൽ അത്തരത്തിലുള്ള ഉന്നതമായ ബോധ്യങ്ങൾ എന്നെ അതുപോലെ വേദനിപ്പിച്ചവരാണ്. അവരോട് ക്ഷമിക്കാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അവരോട് ക്ഷമിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും സ്വർഗം എന്നെ ഉയർത്തുമെന്ന് എനിക്കറിയാം. ഇതല്ലേ ശരിക്ക് ദൈവിക വഴി എന്ന് പറയുന്നത്? അതല്ലേ സഹോദരങ്ങളെ? ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പ്രഭാഷക പുസ്തകം 2:7, കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവിൻ. കർത്താവിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ വരാനായിട്ട് കാത്തിരിക്കാനായിട്ട് പറയണം. എന്ന് പറയാണ്, വീഴാതിരിക്കാൻ വഴിതെറ്റരുത്. വീഴാതിരിക്കാൻ വഴിതെറ്റരുതെന്ന് പറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് മറ്റുള്ളവരോടുള്ള വെറുപ്പോ വൈരാഗ്യം അങ്ങനെയുള്ള മേഖലകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വഴിതെറ്റിപ്പോയി. പിശാച് നമ്മുടെ ട്രാക്ക് തെറ്റിച്ചു. പിശാചിന്റെ എരുതിയിൽ എണ്ണ ഒഴിക്കില്ലേ, അതുപോലെയാണ് നമ്മൾ വെറുതെയിരിക്കുന്ന സമയത്ത് എന്നാലും അവൻ അങ്ങനെ ചെയ്തില്ലേ, എന്നാലും അവൻ അങ്ങനെ ചെയ്തില്ലേ, എന്നാലും വെച്ച് എന്തായി, നമ്മുടെ ആനന്ദം കംപ്ലീറ്റ് നഷ്ടപ്പെട്ട് തനി ചണ്ടി പീര എന്നൊക്കെ പറയില്ലേ, അതേ അവസ്ഥയായി. പ്രിയ സഹോദരങ്ങളെ, നമ്മളൊരു വ്യക്തിയോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ഒരു പ്രത്യേക അനോയിന്റിങ് നമ്മെ പൊതിയും. നിങ്ങൾക്കെതിൽ സംശയം ഉണ്ടെങ്കിൽ, നിങ്ങൾ ശരിക്കും വേദനിപ്പിച്ച ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു 3 പേരുടെ പേരെടുക്കുക, എന്നിട്ട് അവർക്ക് വേണ്ടി കണ്ണീരോട് ദൈവമേ അവരോട് ക്ഷമിക്കാനുള്ള കൃപ തരണ ഈശോയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി, ഈസ്റ്റർ നോക്കിയ പ്രിയ സഹോദരങ്ങൾ, ദൈവം ഹൃദയം കൊണ്ട് അത് ചെയ്ത് നന്നായിട്ട് കുമ്പസാരിച്ച് ഹൃദയം കൊണ്ട് അത് ചെയ്യുകയാണെങ്കിൽ പ്രിയ സഹോദരങ്ങൾ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വലിയൊരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തു തരും. നിങ്ങൾ അച്ഛനോട് അത് പറയുകയും ചെയ്യും. പ്രൈസ് ദ ലോർഡ്. ദൈവമേ, ഈ ഒരു കൃപ ദാസർക്ക് നൽകണമേ, എപ്പോഴും എന്നേക്കും. ആമേൻ.